ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സിക്സ് സിഗ്മയുടെ മെത്തഡോളജി എന്ന് വെച്ചാൽ ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് എക്സിസ്റ്റിംഗ് ആയിട്ട് പ്രൊഡക്റ്റും സെക്കൻഡ് വൺ പുതിയ പ്രൊഡക്റ്റും. അപ്പം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സിക്സ് സിഗ്മ മെത്തഡോളജി അല്ലെങ്കിൽ സിക്സ് സിഗ്മ അപ്രോച്ച് കൊണ്ടുവരും. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് DMA-IC അപ്രോച്ച്. DMA-IC അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഈസ് ഡിഫൈൻ, സെക്കൻഡ് മെഷർ, തേർഡ് അനാലിസിസ്, ഇംപ്രൂവ്, കൺട്രോൾ. അപ്പം ഈ 4 ഫേസ് അല്ല ഈ 5 ഫേസ് കൂടുന്നതാണ്, അല്ലെങ്കിൽ ഈ 5 ഇതും കൂടെ കൂടിച്ചേരുന്നതാണ് DMA-IC അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് അപ്രോച്ച്. എന്തിന്? സിക്സ് സിഗ്മ മെത്തഡോളജിയിൽ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൽ ഡിഫൈൻ എന്ന് പറഞ്ഞാൽ? ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റിലെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യണം. ദെൻ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ ക്വാളിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യണം. ദെൻ ബിസിനസ് പ്രോസസ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെ മീൻസ് മെയിനായിട്ടുള്ള എന്തൊക്കെ പ്രോസസ്സാണ്, ഓർ ബിസിനസ് പ്രോസസ്സ് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ആ പ്രൊജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പ്രൊജക്റ്റിൻ്റെ ഇഷ്യൂസ്, എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി, ഏതൊക്കെ പ്രോസസ്സ് വേണം ഈ പ്രൊജക്റ്റിലൂടെ, മീൻസ് ഈ പ്രൊജക്റ്റ് വർക്ക് മീൻസ് നിങ്ങൾ ലേറ്റർ സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ പ്രോസസ്സ് കൂടെ വേണം ഈ പ്രൊജക്റ്റ് പോവാൻ എന്നൊക്കെ നിങ്ങൾ ആ ഇനിഷ്യൽ ടൈമിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിഫൈൻ ചെയ്ത്. അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് നിങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ആണ് തന്നെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ വേണ്ടിയുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, ദെൻ അതിൻ്റെ പ്രോസസ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫൈൻ ഫേസിൽ വരുന്നത്. മനസ്സിലായോ? ദെൻ ഇനിയും ഇതെടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് കസ്റ്റമേഴ്സ് എന്ന് എടുത്തു, പിന്നെ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് എടുക്കണം, പിന്നെ നിങ്ങൾക്കൊരു മീൻസ് ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷനും നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ, അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഇനിയും ഒരു കാര്യം നോക്കുക, നിങ്ങളൊരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഔട്ടർ ബൗണ്ടറി അറിയാം. ദാറ്റ് മീൻസ് ഈ പ്രൊജക്റ്റ് ഇന്ന കസ്റ്റമേഴ്സിലേക്കാണ്, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ ഡിഫൈൻ ഫേസിൽ ചെയ്യണം. ഇനി വേറൊരു കാര്യം ഓർക്കുക, എപ്പോഴാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സാണ് ഇനിഷ്യലി സ്റ്റാർട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്, ദെൻ എപ്പോഴാണ് ആ പ്രോസസ്സ് എൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നു വെച്ചാൽ അവരൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്റ്റിൽ ഏതോ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് 2 ഡേ ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞും വീണ്ടും അത് അങ്ങനെ ക്യൂർ ചെയ്യാൻ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ ഉപയോഗമില്ലെന്ന്. അപ്പോൾ ദാറ്റ് മീൻസ് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് എപ്പോഴാണ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പോൾ വേണം എൻഡ് ചെയ്യാൻ. അപ്പം ഇതും എല്ലാം എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അപ്പം ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ എൻറ്റയർ തിങ് ആണ്. എന്ന് വെച്ചാൽ ആരാണ് കസ്റ്റമർ, ക്വാളിറ്റി, ദെൻ പ്രോസസ്സ്, കാര്യങ്ങൾ. അപ്പോൾ എൻറ്റയർ തിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ഫേസിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ മെഷർ. മെഷർ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങളൊരു പ്രോസസ്സ് പോകുമ്പോൾ അതിനകത്ത് വരാനുള്ള ഡിഫക്ട്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് വരാം, ആ ഡിഫക്ട്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുക. അപ്പം അത് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, കുറച്ച് സർട്ടൻ കളക്ഷൻ ഓഫ് ഡാറ്റാസ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലർക്കറിയാം ഒരു ബ്രേക്ക് ഡൗൺ ടെസ്റ്റ് നടത്തുമ്പോൾ ഇത്ര ലോഡിന് മീൻസ് എബോവ് വന്നാൽ ഡിഫക്റ്റ് വരാം. അപ്പം അത്രയും ലോഡ് വരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ദർ മേ ബി സർട്ടൻ എന്ത് വേണം, ഡാറ്റാസ് വേണം. എന്ന് വെച്ചാൽ ഈ ലോഡിന് ഇത്ര ഏരിയ വേണം, അല്ലെ ഈ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കണം സ്ട്രെങ്ത്, ഈ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കണം സ്ട്രെങ്ത്. അപ്പോൾ അങ്ങനെയുള്ള സെർട്ടൺ ഡാറ്റാസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ആണ് വരുന്നത്, അപ്പോൾ അതിന് വേണ്ട മെഷർമെൻറ്റ്സ്, അപ്പോൾ ഏത് പ്രോസസ്സാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ് അവിടെ ഇൻവോൾവ് ചെയ്യേണ്ടത്, ഇപ്പം എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മെഷർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഡിഫക്ട്സ് ഐഡന്റിഫൈ ചെയ്യുക. അപ്പം ഏത് ഡിഫക്ട്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുക,
എന്നിട്ട് അതിന് ഏത് പ്രോസസ്സാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇപ്പോൾ എടുക്കേണ്ട മീൻസ് കറണ്ട് പെർഫോമൻസ് മെഷർ എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഇതാണ് ഇവിടെ വരുന്നത് മെഷറിൽ വരുന്നത്. ദെൻ തേർഡ് വൺ അനലൈസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിഫക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ആ ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള റൂട്ട് അല്ലെങ്കിൽ മൂല കാരണം എന്താണ്, വിച്ച് വാസ് ദ റൂട്ട് കോസ്. അപ്പം എന്താണ് അതിൻ്റെ മൂല കാരണം എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ആ ഇതിൻ്റെ ഡാറ്റ കളക്ഷൻ വെച്ച് നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ആ പ്രൊഡക്റ്റിന് ഈ ഡിഫക്റ്റ് വരാനുള്ള റൂട്ട് കോസ്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നെ ഇനി ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പം അതെന്ത് ചെയ്യണം, ആ റൂട്ട് കോസ് അനലൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഫ്രീ ആക്കാൻ. അപ്പം അനലൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ആ ഡിഫക്റ്റ് വന്നത് എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഓവർകം ചെയ്യണം. ഇനി ചിലപ്പോൾ അറിയാം, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി, ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എക്സ് എന്ന് ചിന്തിക്കും. ചിലപ്പോൾ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എക്സ് അല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വൈ എന്ന് പറഞ്ഞിട്ടല്ല. ദാറ്റ് മീൻസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒറിജിനൽ ഇത് എന്ന് പറയുന്നത് എക്സും കിട്ടിയത് വൈയുമാണ്. ദാറ്റ് മേ ബി എന്താണ്, ഒരു ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഗോളാണ് എക്സും നിങ്ങളുടെ ഇപ്പോൾ വർക്ക് ചെയ്ത് കിട്ടിയ പെർഫോമൻസ് ആണ് വൈ. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് വന്നത് എന്ന് അനലൈസ് ചെയ്യുന്നതും എവിടെയാണ്, അനലൈസ് ഫേസിലാണ്. എന്നിട്ട് എന്താണ് ചേഞ്ചസ് വരുത്തേണ്ടത്, എന്താണ് അവിടെ മീൻസ് ഓഫ് ചേഞ്ച് വരുത്തേണ്ടത്, അത് ഐഡൻറ്റിഫൈ ചെയ്ത് ചേഞ്ച് വരുത്തുന്നതാണ് എവിടെ വരുന്നത്, അനലൈസ് ഫേസ്. അപ്പോൾ അനലൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഗോളിൽ നിന്നും പെർഫോമൻസിന് എത്ര മാറ്റമുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പാസ്സാണ് വിത്ത് ഡിസ്റ്റിങ്ഷൻ, അതാണ് നിങ്ങളുടെ ഗോൾ. പക്ഷേ നിങ്ങൾ എക്സാം എഴുതി എല്ലാം വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഫസ്റ്റ് ക്ലാസ് ആണ്. ദാറ്റ് മേ ബി ഒറിജിനലും നിങ്ങളുടെ പെർഫോമൻസും തമ്മിലുള്ള ആ ഗ്യാപ്പ് മാറ്റിയിട്ട് അടുത്ത എക്സാമിന് എന്ത് ചെയ്യണം, വീണ്ടും നന്നായിട്ട് പഠിച്ചു. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത് അനലൈസ്. സിമ്പിൾ ടൈം. ദെൻ തേർഡ് വൺ ഇംപ്രൂവ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കറിയാം ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഒരു എയിം ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഗോൾ. ഇനിയും അതിലേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ ഡിസൈനിൽ വന്ന ഫെയിലിയർ കൊണ്ടാണ് എൻ്റെ ഔട്ട്പുട്ട് ചെറിയ ചേഞ്ച് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ റിപ്പീറ്റഡ് പ്രോസസ്സ് മൂലം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഇത് മൂലം ഞാൻ എന്ത് ചെയ്യണം, ആ ഡിസൈൻ അല്ലെങ്കിൽ ആ ഡിസൈൻ ഫേസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ ടാർഗറ്റ് സൊല്യൂഷനെ ഞാൻ ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ സിംപിളി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇംപ്രൂവ് ടാർഗറ്റ് സൊല്യൂഷൻ എന്താണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഫിക്സ് ചെയ്യും. ഇനി അത് വേറെ കാര്യമില്ല, എനിക്കിപ്പോൾ ഫൈനൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ചെറിയ പ്രോബ്ലമുണ്ട്, അപ്പം ആ പ്രോബ്ലം വരുമ്പോൾ അതെന്ത് ചെയ്യണം, പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ അതിൻ്റെ എന്ത് പറയുന്നത്, ഇപ്പോൾ ചെറിയ ഹെഡ് മൂലം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നെങ്കിൽ അതിന് വേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ല ആ പ്രോബ്ലം വരാതിരിക്കേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതൊക്കെ ആയിരിക്കണം ഇത് വരുന്നത്. ഇംപ്രൂവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സൊല്യൂഷൻ ഫിക്സിങ് ആണ്. അത് എന്താണ്, ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ്, ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് നമ്മൾ മറ്റേ ബസ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. അപ്പോൾ മറ്റേ അപ്പം നമ്മളെന്ത് ചെയ്തു, ഒരു സോളാർ പാനൽ വെച്ചുള്ള ചാർജ്. ദാറ്റ് മീൻസ് നമ്മളൊന്ന് ഇലക്ട്രിക് പവർ എടുക്കുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്നോവേറ്റീവ് ആയിട്ട് സോളാർ പാനൽ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുന്നത്, സോളാർ ഉള്ള ടൈമിൽ അല്ലെങ്കിൽ പകൽ ടൈമിലാണ് അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോളാർ ഉള്ള ടൈമിൽ നമുക്ക് എന്ത്, അപ്പോൾ ഒരു ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഇംപ്രൂവ് ഫ്രം ഇലക്ട്രിക്കൽ ടു എ സോളാർ. ഇനി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ എന്താണ് ഒരു പ്രിവെൻറ്റീവ് മെഷർ എടുത്തു അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇന്നതാണ്. അപ്പോൾ നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെ എടുത്തു നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ. ഈ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഫൈനൽ ഔട്ട്പുട്ട് പോകണം ആ നേരായ വഴിക്ക് അല്ലെങ്കിൽ ആ പ്രോപ്പർ വഴിയിലൂടെ പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് അവിടുന്ന് സൈഡ് ഡീവിയേഷൻ ഇല്ലാതെ പോകണം. എന്ന് വെച്ചാൽ ഔട്ടറിലേക്ക് പോകാൻ അല്ലെങ്കിൽ
മെയിൻ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ എയിമിൽ നിന്നും ഔട്ടറിലേക്ക് പോവാതെ എന്ത് ചെയ്യണം, അതിനെ ആ പ്രോപ്പർ വേയിലൂടെ തന്നെ എന്ത് ചെയ്യണം, ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തണം. അപ്പം അതിനു വേണ്ടിയുള്ള കാര്യം. അപ്പം എന്താണ് പറയുന്നത്, നമ്മൾ ഇപ്പം എന്താണ് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കിപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഒന്നും, അപ്പോൾ എനിക്കിപ്പം എന്താ പറയുന്നത്, എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാനൊരു ടെസ്റ്റ് ചെയ്തു, അത് ഇന്ന പോയിന്റിലാണ് ചെല്ലേണ്ടതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇന്ന വാല്യൂ ആണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇന്ന ഇതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തു, അപ്പോൾ എനിക്ക് വന്നിട്ട് ഇതാ വാല്യൂ എന്നുള്ളത് ഞാൻ എഴുതി വെച്ചു. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടേണ്ട ഒറിജിനൽ വാല്യൂ നിന്ന് ചിലപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും ഈ വാല്യൂ. ദാറ്റ് മീൻസ് ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഓൺഗോയിങ് മോണിറ്ററിങ് പ്ലാൻ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു പ്രൊഡക്റ്റിന് ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വീട് വെക്കുമ്പോൾ ആ വീടിന് ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ദിസ് മേ ബി ലൈക്ക് ദിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതായിരിക്കണം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വാല്യൂ, ഇതായിരിക്കണം ഇത് തമ്മിലുള്ള വാല്യൂ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇതാണ്, ഇപ്പോൾ ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്താൽ എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് മാറും. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഇതായിരിക്കണം ഫൈനൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഇതായിരിക്കണം വാല്യൂ എന്ന് എനിക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് മീൻസ് എ കൺട്രോളാണ്. ഇപ്പം നിങ്ങൾ തന്നെ എക്സാം എഴുതുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മേലൊരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ കൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ഫൈനൽ എക്സാം വരെ എഴുതാൻ പോകും. അപ്പോൾ അതാണ് പറയുന്നത് കൺട്രോൾ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കീപ്പിംഗ് എ മോണിറ്ററിങ് പ്ലാൻ ആയിരിക്കും, എന്ന് വെച്ചാൽ ഒരു ഡോക്യുമെൻറ്റേഷൻ വേണം, ഡെവലപ്മെൻറ്റ് ഫേസ് വേണം, ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് വേണം. അപ്പോൾ നിങ്ങളുടെ മേളിലൊരു എന്താണ്, ഒരു മോണിറ്ററിങ് പ്ലാനാണ്. ഓക്കെ, അതാണ് കൺട്രോൾ ഫേസ്. ദെൻ എന്താണ് സിക്സ് സിഗ്മയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിക്സ് സിഗ്മ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഇതെന്താണ് ക്വാളിറ്റിക്കാണ് റെഫർ ചെയ്യുന്നത്. ക്വാളിറ്റി റെഫർ ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 1,000,000 പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1,000,000 സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മാക്സിമം 4 സാമ്പിൾ മാത്രമേ ഫെയിലിയർ ആവുള്ളൂ. ഇനി സിക്സ് സിഗ്മ എന്ന് പറയുന്നത് എൻറ്റയർലി കസ്റ്റമർ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും മിനിമം എന്താണ് ഡിഫെക്ട്സുമാണ് എന്ത് പറയുന്നത് സിക്സ് സിഗ്മ. ദെൻ സിക്സ് സിഗ്മയുടെ ഇംപ്ലിമെൻറ്റേഷൻ വഴി എന്ത് പറ്റും, നല്ല പ്രോഫിറ്റബിലിറ്റി ആക്കാൻ പറ്റും. എന്നുവെച്ചാൽ സിക്സ് സിഗ്മ കൂടുമ്പോൾ ദാറ്റ് മീൻസ് മാക്സിമം നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എന്ത് വരും, അക്സെപ്റ്റബിൾ റേഞ്ച് വരും. സോ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാം. ഇനി സിക്സ് സിഗ്മയുടെ എപ്പോഴും ഫോക്കസ് എന്ന് പറയുന്നത് ഡിഫക്റ്റ് ഫിക്സിംഗ് ആണ്. ദാറ്റ് മീൻസ് ഡിഫക്റ്റ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഡിഫക്ട്സ് ഉള്ള പ്രൊഡക്റ്റ് അല്ല, ഡിഫക്റ്റ് ഫ്രീ പ്രൊഡക്ട്സ് ആയിരിക്കും. അതാണ് സിക്സ് സിഗ്മയുടെ അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് കോസ്റ്റ്, എന്ന് വെച്ചാൽ ക്യാപിറ്റൽ കോസ്റ്റ്, അതുപോലെ ലോങ് ടൈം ഓവർ ഹെഡും ഇതായിരിക്കും, കൂടുതലായിരിക്കും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ റിസൾട്ട് ആയിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു റിസൾട്ട് ആയിരിക്കും കൂടുതൽ സിക്സ് സിഗ്മ അപ്ലിക്കേഷൻ. മീൻസ് എന്നുവെച്ചാൽ ഇൻടാഞ്ചിബിൾ ഇതിലേക്ക് കൂടുതൽ ആപ്ലിക്കബിൾ ആകും. ദെൻ തേർഡ് വൺ പറയുന്നത് സിക്സ് സിഗ്മ പ്രോജക്റ്റ് ഡു നോട്ട് വർക്ക് വെൽ വിത്ത് ഗോൾസ് ലൈക്ക് ലിഫ്റ്റിംഗ് എംപ്ലോയി മോഡൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറയുന്നത് സിക്സ് സിഗ്മ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് DMA-DB അപ്രോച്ച്. ദറ്റ് ഈസ് ഡിഫൈൻ, മെഷർ, അനാലിസിസ്, ഡിസൈൻ ആൻഡ് വെരിഫൈ. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഗോൾ എയിം ചെയ്തു, എന്താണ് നമ്മുടെ ഗോൾ എന്ന് മീൻസ് എയിം ചെയ്തു, അതെല്ലാം ഡിഫൈൻ ചെയ്യണം. ദെൻ ആരാണ് ഇതിൻ്റെ കസ്റ്റമർ, ദെൻ എൻ്റർപ്രൈസ് സ്ട്രാറ്റജി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ. അപ്പോൾ ഡിഫൈൻ ഫേസിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് എന്താണ് കൺസിസ്റ്റൻറ്റ് കസ്റ്റമർ ഡിമാൻഡിനെ പറയണം. ദെൻ അതുപോലെ എൻ്റർപ്രൈസിൻ്റെ സ്ട്രാറ്റജി എന്താണ്. ദെൻ സെക്കൻഡ് വൺ മെഷർ. മെഷർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് നമ്മുടെ ക്വാളിറ്റി, എന്താണ് ക്രിട്ടിക്കൽ ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ കേപ്പബിലിറ്റി എന്താണ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണ്, റിസ്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത് മെഷറിങ് ടെക്നിക്. അല്ലെങ്കിൽ മെഷറിൽ പറയുന്നത് ക്വാളിറ്റി, ക്രിട്ടിക്കൽ ക്വാളിറ്റിയും റിസ്ക്കും കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് ചെയ്താലുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്താലുള്ള റിസ്ക്, മീൻസ് റിസ്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രൊഡക്റ്റിൻ്റെ കേപ്പബിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി തേർഡ് വൺ അനലൈസ്. അനലൈസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെവലപ്പ് ചെയ്യാനും ഡിസൈനിലും വരുന്ന ആൾട്ടർനേറ്റീവ്സ് ആണ് എവിടെ പറയേണ്ടത്, അനലൈസ് ഫേസ് പറയുന്നത്. അനലൈസ് ഫേസ് പറയേണ്ടത് ഡെവലപ്പും അതുപോലെ ഡിസൈൻ ആൾട്ടർനേറ്റീവ്സും. ദെൻ ഡിസൈൻ ഫേസ് പറയുന്നത് ഇംപ്രൂവ്ഡ് ആൾട്ടർനേറ്റീവ്സും ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ അനാലൈസ് ഇൻ പ്രീവിയസ് സ്റ്റെപ്പ്. എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റെപ്പിൽ നിന്നും ബെസ്റ്റായിട്ട് ഉള്ള ഇതെന്താണോ അതാണ് ഡിസൈൻ ഫേസിൽ പറയുന്നത്. അപ്പോൾ ഡിസൈൻ എന്താണ് സ്യൂട്ടബിൾ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
തേർഡ് പറയുന്നത് വെരിഫൈ ആണ്. എന്നുവെച്ചാൽ നേരത്തെ ഇത് ഡിസൈനും അതുപോലെ